അതിനപ്പുറത്തേക്ക് ഒരു സർക്കിളിൽ വരുമ്പോൾ ഒരുപക്ഷെ ഈ തിരുത്താൻ കഴിയുന്നവരെ പോലും തിരുത്താതെ അവരൊക്കെ വീണ്ടും വീണ്ടും മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നു. ചില സർക്കിളുകളിൽ പെടുമ്പോൾ. അങ്ങനെ ഒരു സർക്കിളുകൾ സിനിമയിൽ ഉണ്ട് ഇപ്പോൾ. കൂടുതൽ തീർച്ചയായിട്ടും. ശക്തമായിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും അവരുടെ ഒരു കൂട്ടുകെട്ടിൻ്റെയാണ്. ഇതാ പറയുന്നത്, ഇവരൊന്നും അത്ര മച്വറായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരല്ല. അവർ ചില താൽക്കാലികമായ സന്തോഷങ്ങളുടെ പുറകെ സഞ്ചരിക്കുന്നവരാണ്. എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇതൊക്കെ ഒരു തമാശയായിട്ട് നിസ്സാരമായിട്ട് കാണുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഷൈൻ എൻ്റെയും ഞങ്ങളുടെ ഓഫീസിലേക്ക് ഷൈനും അമ്മയും വന്നിട്ട്, അമ്മയും അച്ഛനും അദ്ദേഹത്തിൻ്റെ അനിയനും വന്നു. അവിടെ വെച്ച് അദ്ദേഹം നമ്മുടെ മുമ്പിൽ കൺഫസ് ചെയ്തു, ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, ഞാൻ അഡിക്റ്റാണ്, എനിക്കൊന്ന് തിരിച്ചു വരാൻ ഒരവസരം. അയാൾ എൻ്റെ മുമ്പിൽ കരഞ്ഞെന്ന് ചോദിച്ചു, എനിക്കൊരവസരം കൂടി തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക്, ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് അയാളെ പോകാനായിട്ടുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തു. അതിനുശേഷമാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായിട്ട് ഇപ്പോൾ ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തിയതും. അവരാ തിരിച്ചു വരവിന് തയ്യാറാകാൻ മാനസികമായിട്ട് തയ്യാറാകുന്നെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ചെയ്ത കുറ്റത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടല്ല ഞാനീ പറയുന്നത്. എങ്കിലും സമൂഹത്തിനും നമുക്ക് ഓരോരുത്തർക്കും അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്.